ഇനിയിപ്പോൾ 4 കപ്പലിനെ അടിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അടിച്ചു. അതേപോലെ ഇന്ന് അടിച്ച് 21 ജീവനക്കാരുള്ള കപ്പലിനെ ഇന്ന് അടിച്ച് കത്തിച്ചു. ഇനി നാളെ അടിക്കും, മറ്റന്നാൾ അടിക്കും. ഇതൊന്നും ചോദിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ പോകും. തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കരുത്. അതിന് തക്കതായ മറുപടി കൊടുക്കുക തന്നെ വേണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. മൊത്തം 4ാമത്തെ കപ്പലാണ് ആക്രമിക്കുന്നതെന്ന്. എന്താല്ലേ? കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് നിങ്ങൾക്ക് അറിയാലോ, അമേരിക്ക. മൊത്തം അതിൽ കുറേ ആളുണ്ടായിരുന്നു. എഞ്ചിൻ റൂമിലൊക്കെ അടിച്ചു, ആകെ കപ്പലൊക്കെ കത്തി നശിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടോ. എന്നിട്ട് 2-3 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് അടിച്ചത് ആദ്യം ഇറാനാണ് അടിച്ചത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞു ഞങ്ങളല്ല, ഞങ്ങളാണെങ്കിൽ പറയും ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ലാസ്റ്റ് തിരിഞ്ഞും മറിഞ്ഞും വന്നത് ലാസ്റ്റ് അമേരിക്കയാണ് അത് അടിച്ചത്. അമേരിക്കയുടെ മിലിറ്ററിക്കാരാണ് അതിന് ആ കപ്പൽ ബോംബിട്ട് തകർത്ത് അല്ലേ. അതിൽ ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചവരാകെ 2-3 പേര് ആകെ മരിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ റൂമൊക്കെ കത്തി നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കപ്പൽ ചിലപ്പോൾ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു എന്നറിയോ? അവരതിന് തന്ന മറുപടി എന്താണെന്നറിയോ? അമേരിക്കക്കാർ ഞങ്ങൾ തന്നെ അടിച്ചത് എന്ന് അവരൊറ്റയടിക്ക് പറയാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്തെങ്കിലും നമ്മുടെ ഇന്ത്യയുടെ കൂടെ നല്ലൊരു അടുപ്പുണ്ട്, നമ്മുടെ നല്ലൊരു അടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അവർ പറയുക എന്താ വേണ്ടത്? ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ മിസൈൽ മാറിപ്പോയതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പറയണ്ടേ? അവർ ഓപ്പണായിട്ട് പറഞ്ഞു ഞങ്ങൾ തന്നെയാണ് അടിച്ചത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവിടുന്ന് എണ്ണ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, അത് കാരണം ഞങ്ങൾക്ക് അതിൽ ഇതൊന്നുമില്ല, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു നാട് പറയുന്നതാണ് അങ്ങനെ. ഈ ഓപ്പണായിട്ട് ഒരു പേടി അല്ല, ഒരു ബഹുമാനം, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ളൊരു നാട്, അല്ലെങ്കിൽ വേറെ എല്ലാ കാര്യത്തിലും നമ്മൾ അമേരിക്കനൊക്കെ ആയിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച് വരികയാണ് അല്ലേ. എന്നിട്ട് ആ ഒരു സ്ഥാനത്താണ് അവർ ഓപ്പണായിട്ട് മറുപടി തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ അടിച്ചത്, ഇനിയും ചെയ്യും, നിങ്ങൾ ഇത് ആ ഭാഗത്തേക്കൊക്കെ നിങ്ങളുടെ കപ്പൽ കൊണ്ട് എണ്ണ കടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ത് പറയൂല്ലേ? ആ മരിച്ച ആൾക്കാർക്ക് പോയി നമ്മൾ പറഞ്ഞിട്ടും ന്യൂസ് പറഞ്ഞിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കാര്യമുണ്ടോ? 2-3 പേര് മരിച്ചിട്ടുണ്ടായില്ല. അവർക്ക് ആരിനും പേടിയില്ല. അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയല്ല, അവർക്ക് ഒരു പുച്ഛമാണ് അവർക്ക്. നമ്മളിങ്ങനെ ചാനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങനെ തല്ലുവിടുന്നുള്ളൂ. നമ്മൾ കുറച്ച് ആൾക്കാർ അവരുടെ കൂടെ നിൽക്കും, കുറച്ച് ആൾക്കാർ ഇവരുടെ കൂടെ നിൽക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ചാനലിലും ന്യൂസിലും അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ പൊതുവെ നമ്മൾ ഇന്ത്യക്കാർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണ് നമ്മളിങ്ങനെ പിരിഞ്ഞ് ഓരോ നാടിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാണല്ലോ അവന്മാർ നമ്മളെ വെറും ശരിക്കും നമ്മളെ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കുന്നില്ല എന്നാണ് നമ്മുടെ ഇന്ത്യക്കാരനെ. അത് മനസ്സിലായത് നിങ്ങൾക്ക്? അത്രയും പുച്ഛമാണ് അവർക്ക്. എന്തിനാണ് അവർക്ക് പുച്ഛം? അവർക്ക് തൊലിയുടെ കളറ് കൊണ്ടാണോ? നമ്മൾ ഇന്ത്യക്കാർ എന്തുകൊണ്ട് കുറഞ്ഞു പോയി? നമ്മൾ മൊത്തം നമുക്ക് എന്താ ഇല്ലാത്തത്? നമുക്കിവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. അവരുടെ നാട് പോലെ ഒന്നല്ല. നമ്മൾ അടിച്ച് പൊളിച്ച് സുഖസുന്ദരമായി ജീവിക്കുന്നു. 140-150 കോടി ജനങ്ങളോളം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ ഒരു നാടിൻ്റെ അടുത്ത് അവർക്ക് പുച്ഛം. ഇന്ത്യക്കാരില്ലെങ്കിൽ അവർക്ക് അറിയാം. ഇന്ത്യക്കാർ എല്ലാ മേഖലയിലും എല്ലാ ലോകത്ത് എല്ലാ മേഖലയിലും നല്ല പൊസിഷനിലൊക്കെ നല്ല എല്ലാ വർക്കിലും ഒക്കെ കയറി നിൽക്കുന്നത് നിറയെ ഇന്ത്യക്കാരാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് മറ്റുള്ള ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പുച്ഛം. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കുള്ളിൽ തന്നെ അടി. ഞാൻ അവരുടെ കൂടെയാണ്, ഞാൻ ഇവരുടെ കൂടെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആർക്കും പിടിക്കില്ല. നമ്മുടെ സ്വഭാവങ്ങളൊക്കെ പുറത്തറിയാം. നമ്മൾ എങ്ങനത്തെ ആൾക്കാരാണ്, നമ്മുടെ മനസ്സ് എങ്ങനെയാണ്. നമ്മൾ ഇവിടെ കിടന്ന് ഇങ്ങനെ അടി കൂടുകയല്ലേ. അവർക്ക് വേണം രാഷ്ട്രീയത്തിനും അതേപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും പവറിന് വേണ്ടിയിട്ടും. നമ്മളിവിടെ ഇങ്ങനെ ജാതിയുടെ പേര് പറഞ്ഞിട്ടും മതങ്ങളെ പറഞ്ഞിട്ടും തമ്മിൽ അടുപ്പിച്ചിട്ട് വർഗീയത പറഞ്ഞിട്ട് നുണ ന്യൂസ് ഉണ്ടാക്കി കെട്ടിപ്പടുത്തുണ്ടാക്കണതൊക്കെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ പോണത്. ഇതിൻ്റെയൊക്കെ ഹെഡ് അവിടെയാണ്. അത് മനസ്സിലായില്ലേ? അവർക്ക് എല്ലാം അറിയും. നമ്മുടെ ഡാറ്റാസ് മൊത്തം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് അറിയാം. അത് കാരണം അവർക്ക് ഭയങ്കര പുച്ഛമാണ്. അത് നമ്മളൊന്നും മനസ്സിലാക്കണില്ല.
ഇപ്പം അടുത്ത് കണ്ടില്ലേ, മറ്റേ അമേരിക്കയിൽ നിന്ന് കുറേ ആൾക്കാരെ ഇന്ത്യക്കാരനെ പിടിച്ചിട്ട് പ്ലെയിൻ കയറ്റി വിട്ടില്ലേ. സാധാ പ്ലെയിൻ കയറ്റി വിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ചങ്ങലക്ക് ഇട്ടിട്ട്. നമ്മൾ പണ്ടത്തെ മറ്റേ തൂക്ക് കൈദികളൊക്കെ നമ്മൾ കൊണ്ടുപോയില്ലേ, തൂക്കിക്കൊല്ലാൻ വിധിച്ച ആൾക്കാരനെയൊക്കെ ചങ്ങലൊക്കെ ഇട്ടിട്ട് മറ്റേ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മമ്മൂട്ടിയുടെ മറ്റേ സിനിമയിൽ മറ്റേ ത്യാഗരാജൻ വരുന്നതൊക്കെ കണ്ടിട്ടില്ലേ, ചങ്ങലയൊക്കെ ഇട്ടിട്ട്. അതേ രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാരനെ ഫ്ലൈറ്റിൽ കയറ്റി പറഞ്ഞയച്ചിട്ടുണ്ട് അമേരിക്ക ഈ ഒരു കുറച്ച് ദിവസം മുന്നേ. നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലേ? അത്രയും പുച്ഛമാണ് നമ്മുടെ ഇന്ത്യക്കാരോട്, മനസ്സിലായില്ലേ? എന്നിട്ട് നേരിട്ട് അടിച്ചിരിക്കുക. ഞങ്ങൾ തന്നെ അടിച്ചെന്ന് ഓപ്പണായിട്ട് പറയാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട, ഞങ്ങൾ ഇനി അങ്ങനെ ചെയ്യുന്നു. അതേപോലെ തന്നെ 21 ഇന്ത്യക്കാരുള്ള കപ്പലിനെ വീണ്ടും അടിച്ചിരിക്കുകയാണ്. മനസ്സിലാക്കിക്കോ നിങ്ങൾ, ഇതെപ്പോൾ കിട്ടിയ ന്യൂസാണ്. 21 പേര് ഇന്ത്യൻ ജീവനക്കാരുണ്ട് ആ ഒരു കപ്പലിൽ. അതിലേക്കും ഇതേപോലെ ഡ്രോൺ അടിച്ചിട്ടോ അതേപോലെ അതിൻ്റെ ഇഞ്ചൻ റൂം കത്തി എന്നാണ് ആദ്യം പറയുള്ളൂ. പിന്നെ അതിങ്ങനെ പറഞ്ഞ് ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള യഥാർത്ഥ രൂപം അറിയുള്ളൂ. അതുവരെ ഈ ന്യൂസ് പുറത്തും വരില്ല, ആരും പറയൂല. എത്ര പേര് മരിച്ചു, എത്ര പേര് രക്ഷപ്പെട്ടു, എത്ര പേർക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് ആർക്കും അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 21 പേരുള്ള അത്ര ഞാൻ അതിൽ എത്ര പേർക്ക് എത്ര ഇതാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അടിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രോൺ വിടുന്നത്? ഇന്ത്യക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ചോദിക്കണം ശരിക്ക്. അവിടെ പോയി അവരെ തിരിച്ച് അതേപോലെ നമ്മളെ ആരാക്രമിച്ചു, അത് ഏത് നാടായാലും ഇന്ത്യനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തൊട്ട കൈയെടുക്കണം. ആ തൊട്ടവനെ ഒരുത്തനും വിടരുത്. മനസ്സിലായില്ലേ? ഇന്ത്യൻ ജനത ഇന്ത്യൻ്റെ കൂടെ തന്നെ ഉണ്ട്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ മറ്റുള്ള നാടുകൾ ഇത്രയും തുനിഞ്ഞിറങ്ങി അവർക്ക് ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം വീട്ടുക തന്നെ ചെയ്യണം. അത് ആരായാലും വേണ്ടില്ല, സൂപ്പർ പവർ ആയാലും വേണ്ടില്ല, അതിൻ്റെ അപ്പുറത്തെ പവർ ആയാലും വേണ്ടില്ല, തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യണം. ഇന്ത്യക്കാരന് ഒരുത്തനെ തൊട്ട് കളിച്ചാൽ അവൻ ആരായാലും വേണ്ടില്ല, ഏത് നാടായാലും വേണ്ടില്ല, അതിനെല്ലാം ഇന്ത്യൻ ജനങ്ങൾ ഇന്ത്യൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ അത് ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിംസ് ആയാലും നമ്മൾ ഇന്ത്യൻ്റെ കൂടെ നിന്ന് തന്നെ പോരാടും. തിരിച്ചടി കൊടുക്കുക തന്നെ വേണം. ഓരോ ജീവനും വിലപ്പെട്ടതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കരുത്. അതിന് തക്കതായ മറുപടി കൊടുക്കുക തന്നെ വേണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ 4 കപ്പലിനെ അടിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അടിച്ചു, അതേപോലെ ഇന്ന് അടിച്ച് 21 ജീവനക്കാരുള്ള കപ്പലിനെ ഇന്നടിച്ച് കത്തിച്ചു. ഇനി നാളെ അടിക്കും, മറ്റന്നടിക്കും. ഇതൊന്നും ചോദിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ പോകും. 4 8 ആവും, 8 16 ആവും, അങ്ങനെ പോകും. എന്താ ചോദിക്കാനും പറയുന്ന ആളില്ലേ? ഇന്ത്യക്കാർ അത്ര ഇതാണോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. കൂടുതൽ ഞാൻ എന്ത് പറയാനാണ്?